ഹലോ, ഇന്നൊരു സ്റ്റഡി വ്ളോഗ് പ്ലസ് സൈലം +1 കൊമേഴ്സ് ബാച്ചിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ബ്രിഡ്ജ് കോഴ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദി ക്ലാസ് സ്റ്റാർട്ട്സ് ഓൺ 7 PM. ഓരോ ദിവസം ഇടവിട്ടിട്ടായിരിക്കും നമുക്ക് ക്ലാസ് ഉണ്ടാവുക. മെയ് 9th ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു മെയ് 10th ഒരു ക്ലാസ് ഉണ്ടാവില്ല എന്ന്. പിന്നെ ഇന്ന് രാവിലെ എടുത്ത് നോക്കിയപ്പോഴാണ് ഇന്നലെ എക്കണോമിക്സിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. വിച്ച് മീൻസ് മെയ് 10th ക്ലാസ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ക്ലാസ് എന്തായാലും കണ്ടു തീർക്കാമെന്ന്. ഇപ്പോൾ സൈലത്തിൻ്റെ +1 കൊമേഴ്സ് ബാച്ചിൽ ബ്രിഡ്ജ് കോഴ്സസ് ആണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സസ് നമുക്ക് യൂട്യൂബിൽ ലൈവായിട്ട് അവൈലബിൾ ആണ്. സോ ആ ക്ലാസ് കണ്ടിട്ട് ടീച്ചേഴ്സ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ദിസ് വാസ് ദ ലാസ്റ്റ് ക്ലാസ് ഓഫ് എക്കണോമിക്സ് ബ്രിഡ്ജ് കോഴ്സ്. ഇനി ബ്രിഡ്ജ് കോഴ്സ് അവസാനിക്കാൻ പോവാണ്. ഇനി ഒഫീഷ്യലായിട്ട് ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് ആഫ്റ്റർ മെയ് 15 അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് സ്റ്റാർട്ട് ചെയ്യും. കോർ സബ്ജക്ട്സ് ലൈക്ക് ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, അക്കൗണ്ടൻസി ഇതിൻ്റെ ബ്രിഡ്ജ് കോഴ്സസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സസിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കേണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. ബ്രിഡ്ജ് കോഴ്സിൻ്റെ ക്ലാസ്സസിൻ്റെ നോട്ട്സ് ഒന്നും ഞാൻ വായിച്ച് നോക്കലില്ല. കാരണം ഒഫീഷ്യലായിട്ട് ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ബ്രിഡ്ജ് കോഴ്സിൻ്റെ നോട്ട്സ് വായിച്ച് നോക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. എക്കണോമിക്സിൻ്റെ ലാസ്റ്റ് ബ്രിഡ്ജ് കോഴ്സ് ആയതുകൊണ്ട് ഇതുവരെയുള്ള എല്ലാ നോട്ട്സും വായിച്ച് നോക്കണമെന്നുണ്ട്. ഇപ്പോൾ സൈലത്തിൻ്റെ കൊമേഴ്സ് ബാച്ചിൻ്റെ റേറ്റ് 5500 rupees ആണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ 6000 ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇപ്പം തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. സോ ദിസ് വാസ് ദ നമ്പർ ഓഫ് ദെയർ ടെക്നിക്കൽ ടീം. സോ ഇത്രയും കാര്യങ്ങളാണ് സൈലത്തിൻ്റെ കൊമേഴ്സ് ബാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. സോ എനിക്ക് ബാക്ക്ലോഗ്സ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്കണോമിക്സിൻ്റെ ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐ ജസ്റ്റ് ടേക്ക് സം പ്രിക്വേഷൻസ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് പഠിക്കാൻ പോകുന്നതിന് മുൻപായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കാനിരിക്കുന്ന സമയം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഡിസ്ട്രാക്ഷൻസിലേക്കൊന്നും പോവാതെ എഫക്റ്റീവായിട്ട് പഠിക്കുക. സ്റ്റഡിയിങ് എ ലോട്ട് ഓഫ് ടൈം, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. കുറേ മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ട് അതിൽ വലിയ കാര്യമില്ല. നമ്മൾ പഠിക്കുന്ന സമയം എഫക്റ്റീവായിട്ട് പഠിക്കാൻ നോക്കുക. സെക്കൻഡ് തിങ്, എ ബോട്ടിൽ ഓഫ് വാട്ടർ നമ്മൾ സൈഡിൽ തന്നെ വെക്കാൻ നോക്കുക. കാരണം ഇടയ്ക്ക് ഇതിന് വേണ്ടി എണീറ്റ് പോകുന്നത് ഒരു ഡിസ്ട്രാക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. ആൻഡ് തേർഡ് തിങ്, നിങ്ങൾക്ക് എവിടെ ഇരുന്നാലാണോ പഠിക്കാൻ പറ്റുക അവിടെ ഇരുന്ന് പഠിക്കുക. ഫോർ എക്സാമ്പിൾ എനിക്കൊരു സ്റ്റഡി ടേബിൾ ഉണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും ഹാളിലിരുന്ന് പഠിക്കുമ്പോൾ, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പഠിക്കുമ്പോഴൊക്കെ ആയിരിക്കും എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുക. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എവിടെയാണോ പഠിക്കാൻ ഇഷ്ടം അവിടെ പോയിരുന്ന് പഠിക്കുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും, ട്യൂഷന് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ സ്വയം പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുക. സം ഓഫ് ദി ഗൈസ് ഉറക്കെ വായിച്ചിട്ട് പഠിക്കും, അല്ലെങ്കിൽ മനസ്സിൽ വായിച്ചിട്ട് പഠിക്കും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പഠിക്കും. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റഡിങ് മെത്തേഡ് ചൂസ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ എന്ത് വേണമെന്ന് പറയുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.